ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് വെൽക്കം. ഇപ്പൊ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ചലഞ്ച്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ വിചാരിക്കും, അതിനെ ഇവ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ചലഞ്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസ്. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഞാൻ വിചാരിക്കുന്ന പ്രോഡക്റ്റ് ഇത്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. നീ വിചാരിച്ച പ്രൊഡക്റ്റ് ഏതെങ്കിലും കളർ ഉണ്ടോ? പ്രത്യേക തരം കളറിലുണ്ടോ? കളർ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കളേഴ്സ് ഉണ്ട്. കുറച്ച് കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്, കുറച്ച് കളേഴ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കളേഴ്സ് ഉണ്ടോ? ഞാൻ വിചാരിച്ച പ്രൊഡക്റ്റിന് കളേഴ്സ് എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും അവൈലബിൾ ആണ്. എല്ലാ കളറിലും ഉണ്ടല്ലേ? അതെ. നീ വിചാരിച്ച പ്രൊഡക്റ്റ് കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ? കൈ കൊണ്ട് എടുക്കാൻ പറ്റും. സുഖമായിട്ട് എടുക്കാൻ പറ്റും. കൈ കൊണ്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അതിൽ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ ലൈക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റും? ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ? കഴിക്കുന്ന പ്രൊഡക്റ്റ് അല്ല, കൈ കൊണ്ട് നമുക്ക് എടുക്കാം. എടുക്കാൻ പറ്റുന്നതാണ്. നീ വിചാരിച്ച പ്രൊഡക്റ്റ് വീട്ടിനകത്താണോ പുറത്താണോ നമ്മൾ യൂസ് ചെയ്യണത്? അകത്തും ഉണ്ടാകും, പുറത്തും ഉണ്ടാകും, ചിലപ്പോ പുറത്തും ഉണ്ടാകും. അതന്നെയല്ലേ പറഞ്ഞു, പുറത്തും ഉണ്ടാവും. വീടിന്റെ പുറത്ത് ഷോപ്പിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ എങ്ങനെ? സെയിം തന്നെയാണ്. നമുക്ക് വീട്ടിലുണ്ടാവും, പുറത്തുണ്ടാവും, ഷോപ്പുകളിലെല്ലാം ഷോപ്പുകളുണ്ടാവും. ഫുഡ് എന്തെങ്കിലും കഴിക്കുന്ന സാധനം? ഫുഡ് ഐറ്റംസ് അല്ല, ഇത് കഴിക്കാൻ പറ്റില്ല. നീ വിചാരിച്ച സാധനം കഴിക്കാൻ പറ്റും? അതായത് നമ്മുടെ ഇവിടെ കഴിക്കാൻ പറ്റില്ല, പക്ഷെ പുറത്ത് തായ്ലാന്റ് ഇവിടെയൊക്കെ പോയി വരാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ തലവിടല്ല. ഈശ്വര, വല്ല പുഴുവോ വല്ലതും ആയിരിക്കും. അതുപോലത്തെ ഒന്നും അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അത് കടിക്കുന്ന സാധനം വല്ലതാണോ? ജീവനുള്ളത് എന്തെങ്കിലും? ജീവനുണ്ട്. കടിക്കോ നമ്മളെ? നമ്മള് ഉപദ്രവിക്കാണ്ടിരുന്നെങ്കിൽ അത് കടിക്കില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തു വരാണെങ്കിൽ അത് എന്തായാലും കടിക്കും. അപ്പൊ പാമ്പാണ്? ഇനി പാമ്പ് പാമ്പല്ല. ഓക്കെ, നീ ചോദിച്ചോ. പാമ്പ് പറഞ്ഞു, തായ്ലാൻഡ് പാമ്പ് പറഞ്ഞു. അല്ല, അവിടെ ആകുമ്പോ ഈ പാമ്പിനൊക്കെ കട്ട് ചെയ്തിട്ട് ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യും. അത് മാത്രല്ല കൊത്തുക, കടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് പാമ്പ് എന്ന് പറഞ്ഞത്. ശരി, നിങ്ങൾ എന്തായാലും ഇപ്പൊ ഫുഡ് അല്ല എന്ന് പറയുന്നത് പുറത്തുള്ള സാധനമാണ്. പുറത്തും ഉണ്ടാകും, വീട്ടിനകത്തും ഉണ്ടാവും, പുറത്തും ഷോപ്പുകളിൽ എല്ലായിടത്തും ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ പറ്റൂല. ഓക്കെ. ലൈക്ക് നമ്മൾ എന്തെങ്കിലും വേറെ സാധനമാണ് വേറെ ചെയ്യുന്നത്? വേറിംഗ് ആണ്. മാലയാണ്? മാലയാണോ നീ പെട്ടെന്ന് മാല പറഞ്ഞു? അല്ല, അത് ഷോപ്പിലൊക്കെ ഉണ്ടാവില്ല. ഇല്ല, മാലയല്ല. ഏകദേശം ആ ഒരു അടുത്തെത്തി. നീ അടുത്തെത്തി. അപ്പൊ കോസ്മെറ്റിക്സ് ആണ്? കോസ്മെറ്റിക്സ് ആണ്. യെസ്. കമ്മലാണ്? അല്ലടാ. വേറെന്തായിരിക്കും? ഇന്ന് ചിരിക്കേ. നീ ഏകദേശം അടുത്തെത്തിയതുകൊണ്ട്. ഇപ്പൊ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടല്ലേ? എന്താണ് ഇങ്ങനെ നോക്കണേ? ലിപ്സ്റ്റിക്കാണോ? ലിപ്സ്റ്റിക് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നിന്റെ സാധനം ഞാൻ പറയാം. നീ വേറെ ചെയ്യാൻ പറ്റണ വല്ലതാണോ? അല്ല. കടിക്കുന്ന സാധനമാണ്, ജീവനുള്ളതാണ്. അപ്പൊ പെറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ആക്കണതാണോ? പെറ്റ്സ് ആയിട്ട് നമ്മള് പെറ്റ്സ് ആണ്. പട്ടിയാണോ? അയ്യേ, പട്ടിയല്ലേ. കടിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? പട്ടി മാത്രമേ കടിക്കുള്ളൂ. പെറ്റ്സ് ക്യാറ്റ് അല്ലേ? എന്താ ഞാൻ ക്യാറ്റ് പെട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൂച്ചയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ പെറ്റ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പട്ടി എന്നാണ് ഓർമ്മ വന്നത്, പക്ഷെ പൂച്ചയാണ്. അപ്പൊ ഞാനും ജയിച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ഈ കളി എക്സ്പീരിയൻസ്? നീ പറ. കളി എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെ ആക്ച്വലി ക്യാറ്റ് എന്ന് പറഞ്ഞത്? അതായത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത്? കടിക്കണെന്ന് പറഞ്ഞപ്പോൾ സിമ്പിളായി കണ്ടുപിടിച്ചല്ലേ? പെറ്റ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് കടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പട്ടി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം പൂച്ചയല്ലേ? അപ്പൊ അങ്ങനെയാണ് സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പൂച്ചാന്ന് പറഞ്ഞു. നീ എങ്ങനെ? അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പുതിയ ഗെയിംസ് ആയിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിൽ തന്നെ വരും. പിന്നെന്താണ്, എന്തെങ്കിലും പറയണ്ട? പിന്നെന്താണ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തമിഴാണ്, അതുകൊണ്ട് പിടിച്ചാന്നൊക്കെ പറഞ്ഞ് തമിഴ് വേർഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഗെയിമുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.